സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. മലയോര മേഖലകളിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. വരും ദിവസങ്ങളിലും മഴ കടുക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. സംസ്ഥാനത്ത് വ്യാപകമായി പെയ്ത മഴയിൽ പലയിടത്തും നാശനഷ്ടങ്ങളുണ്ടായി. മലയോര മേഖലയെയാണ് മഴ കൂടുതൽ ബാധിച്ചത്. വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കോഴിക്കോട് മലയോര മേഖലയിൽ കനത്ത മഴയെ തുടർന്ന് തിരുവമ്പാടി പുന്നക്കലിൽ തോടിന് കുറുകെയുണ്ടായിരുന്ന പാലം ഒലിച്ചുപോയി. നിയന്ത്രണം വിട്ടുവന്ന ലോറി പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയിൽ ചെന്നിടിക്കുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. കൂട്ടാലിടിയിൽ കാറിന് മുകളിൽ മരം വീണ് കാർ തകർന്നു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഇന്ന് ഇടുക്കിയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കാവിലുംപാറ പഞ്ചായത്തിൽ മരം വീണ് 3 വീടുകൾ പൂർണ്ണമായും തകർന്നു. 5 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മലയോരത്തേക്കുള്ള മിക്ക റൂട്ടുകളിലും ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം താറുമാറായി. താമരശ്ശേരി കൂടത്തായി പാലത്തിൽ മഴയത്ത് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി അപകടത്തിൽപ്പെട്ടു. പതങ്കയത്ത് മലവെള്ളപ്പാച്ചിലിൽ പുഴയിൽ കുടുങ്ങിയ 2 പേരെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.